പേര് നമ്മുടെ കമന്റിൽ പറയുന്ന സംഭവമാണ് ഒരു RC ബൈക്കും അങ്ങനെയായിട്ട് നമ്മൾ മോനെ ഓടിക്കുമ്പോൾ വണ്ടി അയ്യോ പോണണ്ടാ. ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് നമ്മുടെ കമന്റിൽ പറയുന്ന സംഭവമാണ് ഒരു RC ബൈക്കും അങ്ങനെയായിട്ട് നമ്മൾ RC കാറുകളും RC ഫിഷ് RC നമ്മുടെ ഡ്രോണ് അതേപോലെ തന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ RC ബൈക്ക് നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്നാൽ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ RC ബൈക്കിൻ്റെ വീഡിയോ ആണെന്ന് ഞാൻ വിചാരിച്ചു. സോ അങ്ങനെ ആമസോണിൽ കയറി തപ്പിപ്പോഴാണ് ഈ RC ബൈക്കിൻ്റെ ഒരു ഞാൻ കാണുന്നത്. സോ പിന്നെ നമ്മൾ വേറെ നോക്കുന്നില്ല, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്താറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ചാനൽ ഇത്രയ്ക്കും ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ സഹായിച്ചതിന്. സോ ഞാൻ അധികം നിങ്ങൾ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐറ്റം അവിടെ വന്നിട്ടുണ്ടാവും. സോ നമുക്ക് എടുത്തിട്ട് വരാം. ഗായ്സ് അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ പോവാണ്, പക്ഷേ ഒടുക്കത്തെ വെയിലാണ്. ഗായ്സ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇത് എടുത്തിട്ട് നമുക്ക് മേലേക്ക് പോകാം. ഗായ്സ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണം. നമ്മുടെ കത്തിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഇത്ര നാൾ ഞാൻ ചെയ്ത പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചോളൂ. ഓക്കെ, ഇവിടെ പൊളിച്ച് തുടങ്ങുമെന്ന് അറിയില്ലല്ലോ, ഇവിടെ പൊളിക്കാം. ഓക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇരിക്കുന്നത് നമ്മുടെ ബൈക്ക് എന്ന് പറയുന്നത് RC ബൈക്ക്. നിങ്ങൾ കാണുമ്പോൾ തന്നെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കാം. മോനെ ഗൈസ് നോക്ക്, ഇതാണ് നമ്മുടെ ഐറ്റം. കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ വേറെ കളറുകൾ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിക്കുന്നത് ചോപ്പ കളറാണ്, പച്ചയുണ്ട്, പിന്നെ അതേപോലെ തന്നെ മഞ്ഞ കളറൊക്കെ ഉണ്ടെന്നുണ്ട് ഇതിൻ്റെ തന്നെ വേരിയൻറ്റ്. ഓക്കെ, എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഗായ്സ് അപ്പോൾ നമ്മുടെ ബോക്സ് നോക്കുകയാണെങ്കിൽ അത് ഇവിടെ നമ്മുടെ RC റേഡിയോ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, പിന്നെ ഫുൾ ഫങ്ഷനിങ് അങ്ങനെ കുറേ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബൈക്ക് നോക്കുന്നത്, RC ബൈക്ക് നോക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോന്ന് അവിടെ ഇവിടെ ഇളകിയെടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ കണ്ടല്ലേ നമ്മുടെ പച്ച ബൈക്കും ഈ റെഡ് ബൈക്കും. ഈ റെഡ് ബൈക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് മുറിക്കാം, ഇവിടെയും കൂടി ഒന്ന് മുറിച്ച് കൊടുക്കാം. ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കാൻ പോവാണ്. ഓക്കെ, വാവ് മോനെ സീന്. ഇതിൻ്റെ നമ്മുടെ റിമോട്ട് കൺട്രോൾ വന്നിട്ടുണ്ട്, റിമോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബൈക്ക്. സോ ഇവിടെ നിന്ന് മുറിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ RC ബൈക്ക്. അത്യാവശ്യം വലിപ്പമുണ്ട് നമ്മുടെ ഐറ്റം. പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടയറൊക്കെ ഉണ്ടാകും, നല്ല അത്യാവശ്യം വലുപ്പമുള്ള ടയറുകളാണ് വന്നിക്കുന്നത്. പിന്നെ ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അടിയിലാണ് ബാറ്ററി ഇടാനുള്ള ഒരു ഇത് വന്നിക്കുന്നത്. നമ്മളിതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കും, പക്ഷേ ഇത് ഓടുന്ന സമയത്ത് നേരെ ഓടും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പിന്നെ ഇതിലാണ് അതിൻ്റെ ചാർജിങ് കേബിളും അതേപോലെ തന്നെ ബാറ്ററിയും വന്നിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ ബാക്കിൽ നമ്മുടെ ഈ ഒരു ബാറ്ററി ഇട്ട് കൊടുക്കണം. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു സ്ക്രൂ അഴിച്ചെടുക്കാൻ പോവാണ്. ഈ ഭാഗം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ബാറ്ററി കണ്ടോ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററി ഇവിടെ ഫിക്സ് ആക്കാം. വെച്ചിട്ട് ഈ സ്ക്രൂ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. അടുത്തായിട്ട് നമ്മൾ 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. ഈ 2 ബാറ്ററി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റിമോട്ട് കൺട്രോൾ ഇട്ട് കൊടുക്കാനായിട്ട്. സോ ഇതിൻ്റെ അടിയിലും ഇതേപോലെ തന്നെ നമ്മുടെ സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് അയച്ചിട്ട് നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിമോട്ട് കൺട്രോളിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് ഓണാക്കി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ലൈറ്റ് എത്തും. ഗായ്സ് അപ്പോൾ നമ്മുടെ ബൈക്ക് നമ്മൾ ഓണാക്കാൻ പോവാണ്. ഇതിൻ്റെ ഇവിടെ ഒരു ഓൺ എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്. ഇത് ഓണാക്കി കഴിയുമ്പോൾ ഇത് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ടാവും. കണക്റ്റ് ആയിന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തില്ല, ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കില്ല. ഇത് അമർത്തി നോക്കാം ഗായ്സ്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് പോലുള്ള സംഭവം. പക്ഷേ ഇത് നമ്മൾ ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഈ സെൻട്രൽ പോർഷനായിട്ട് ഒരു മോട്ടർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ മോട്ടർ കറങ്ങുമ്പോൾ ഇത് നമ്മൾ സ്റ്റേബിളായിട്ട് നേരെ തന്നെ പോകും. അപ്പോൾ അതാണ് ഈ ഒരു ബൈക്ക് നേരെ പോണത്. ഗായ്സ് അപ്പോൾ നമുക്കതൊന്ന് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കണമെങ്കിൽ കുറച്ച് ഏരിയ വേണം. നമുക്ക് ആദ്യം നമ്മുടെ ടെറസിൽ തന്നെ ഓടിച്ച് നോക്കാം. പക്ഷേ ഇത് കുറച്ച് ദൂരം വേണം നമുക്ക്. അപ്പോൾ റോഡിലൊക്കെ പോയിട്ടൊന്ന് ഓടിച്ച് സെറ്റാക്കാം. ഇപ്പോൾ നമ്മൾ ടെറസിൻ്റെ മേലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ട് അവിടം വരെ നമ്മൾ ഓടിക്കാൻ പോവുകയാണ്. സോ ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇതിങ്ങനെ ഇരിക്കുമ്പോൾ വേണ്ട ഇത് ചിരിഞ്ഞാട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓടിക്കുമ്പോൾ വണ്ടി അയ്യോ. പിന്നെ വേറെ സംഭവം കാണിച്ചു തരാനുള്ളത്, വണ്ടി ഓടിക്കുമ്പോൾ വേണ്ട ലൈറ്റ് എത്തും, ഹെഡ് ലൈറ്റ് എത്തണണ്ട. ഈ ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിടാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വിടണം. തോന്നിയ പോലെ പോകണം. ഇതെന്താണിത്? ഓക്കെ, ഒന്നുകൂടി വിടാൻ പോവാണ്. അയ്യോ, ഇതെന്താണ് ഇങ്ങനെ പോണത്?
ഇതൊക്കെ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നുണ്ട്. വിടണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുൾ സ്പീഡിൽ ഇത് അമർത്തണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വിടണം. വേണ്ട പോണണ്ട. ഓ നമ്മൾ പുറത്തേക്ക് വന്നൊക്കെയാണ്. ഇതാണ് നമ്മുടെ ബൈക്ക്, ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. സോ നമുക്കിന്ന് റോട്ടിൽ ഓടിച്ച് നോക്കാം. എത്രത്തോളം ഹിറ്റോന്ന് അറിയാൻ പാടില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഓടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് പോകണ്ട. ഓ പോണോക്ക്. ഓയ്യോ ഗായ്സ്, നമ്മുടെ ഐറ്റം വീണു. അയ്യോ, ഇനി ഓടിച്ചാൽ ഇതിൻ്റെ പപ്പടം പോലും കിട്ടില്ല. കുറച്ച് എന്താ പറയുക, സ്മൂത്തായ സ്ഥലത്ത് ഓടിക്കണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ടയറൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഈ ടോയുടെ വില വന്നേക്കുന്നത് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ 2600 സംതിങ് ആണ്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് വാങ്ങി നോക്കാം. അത്യാവശ്യം നല്ല സാധനമാണ്. പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ ലെഫ്റ്റും റൈറ്റും തിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഇതാവുന്നില്ല. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പോരായ്മയ്ക്ക് തോന്നിയത്. പക്ഷേ വേറെ സീനൊന്നുമില്ല. അത്യാവശ്യം നിങ്ങൾക്ക് അത്യാവശ്യം ടൈം ഡ്യൂറേഷനൊക്കെ കിട്ടുന്നുണ്ട് ഇത് ഓടിക്കാനായിട്ട്. നോക്കിയാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ ആണിത് കറങ്ങുന്നത്. ടയർ ഇത് പിള്ളേർക്കും ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഇതൊരു അടിപൊളി ടോയാണ്. വീട്ടിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് കളിക്കാം. പക്ഷേ അത്യാവശ്യം ഫാസ്റ്റാണ്. ഫാസ്റ്റ് ആയതുകൊണ്ട് ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഇടിച്ചതൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതേപോലെ ഇങ്ങനെ ഇടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.